ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോവാണ്. എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചിക്കൻ വാങ്ങാൻ പോവാ കേട്ടോ. ബദാമുക്കില്. പപ്പയുടെ വണ്ടിയിൽ പോവാണ്. വഴി എനിക്ക് അറിഞ്ഞൂടോ പറഞ്ഞേ. ഇത് റൈറ്റ് റൈറ്റ് ലെഫ്റ്റാ? റൈറ്റ് റൈറ്റ്. ലെഫ്റ്റിന്റെ ആളാ. സാറിനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ പ്രാവശ്യം തുടർ ഭരണം വരുമോ? അതിനെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല ചേട്ടാ. അതിനെപ്പറ്റി ആരുമല്ല. എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. എനിക്ക് ആഗ്രഹമുണ്ടോ തുടർ ഭരണം? എല്ലാം ദൈവഹിതം പോലെ നടക്കട്ടെ. എന്തെങ്കിലും ദൂരം ഉണ്ട് ചിക്കൻ മേടിക്കാൻ? ഇവിടുന്ന്. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കട എത്താറായി ഗൈസ്. ചേട്ടാ പറയാം. ഇവിടെ 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 വണ്ടി നിർത്തിക്കോ. നേരെ ചിക്കൻ കട. എല്ലാവരും എടുക്കണ്ട. ഇതേ ചിക്കൻ കട നിർത്തിക്കോ. എന്നെ കാണിക്കും. നമ്മുടെ ചിക്കൻ മേടിക്കുന്നതിൻ്റെ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ, കൊച്ചു പിള്ളേരെ പോലെ. അപ്പൊ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചു കേട്ടോ. വീട്ടിൽ പോവാം. വീട്ടിലേക്ക് പോവാം. വീടിന്റെ അടുത്ത് തന്നെയാണ് ചിക്കൻ മേടിക്കുന്ന സ്ഥലം. പോവാം. ചിക്കൻ കട്ട് ചെയ്താണ് ചെയ്യണം. എന്താ ചെയ്യാൻ നമ്മളെന്ന് ചിക്കൻ? ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി. ചിക്കൻ ഫ്രൈയും ചിക്കൻ കറി. അതെ, വെറൈറ്റി. പോവാം. എല്ലാ വീട്ടിലും അത് ചിക്കൻ ഫ്രൈ, ചിക്കൻ. നമുക്ക് ചിക്കൻ റോസ്റ്റ് അടിക്കാം. പ്രത്യേകത ഉണ്ടല്ലോ റോസ്റ്റിന്. എനിക്ക് റോസ്റ്റ് ഇഷ്ടം. ചിക്കൻ റോസ്റ്റ്. ആരോപണ മമ്മിയൊക്കെ. എൻ്റെ പരീക്ഷണം വേറെ ദിവസമാണ്. ഒരു മാങ്ങ മുറിക്കാൻ വേണ്ടി പറയണ്ട. ഇതേണ്ട, ഇതിങ്ങനെ മുറിക്കണം. ചൈനീസ് ആയിട്ട് മുറിക്കണമല്ലേ. കത്തിക്ക് നല്ല മുറിച്ചേണ്ടേ. ഇതേണ്ട. വാവ്. ഏഞ്ചൽ ഉപ്പെടുക്കൂ. ഇതാണ് ഞങ്ങളുടെ ഏഞ്ചൽ. ഹായ് ഏഞ്ചൽ. ആരാ പറഞ്ഞു കൊടുക്കും ഇതാരാണെന്ന്? ഇതെന്റെ അനിയത്തി ഏഞ്ചൽ. ഇതാണ് നമുക്ക് കാണിച്ചേ. ഇവിടെ വേണ്ട, ഇങ്ങനെ വെച്ചിട്ട് നോട്ടോ. കത്തിയെ മുറിച്ചത് മുറിയാനത് തിന്നോളൂ. നല്ലപോലെ കഴിക്കും. കുറച്ചും കൂടി കഴിക്കും. ഇതുപോലെ കഴിക്കും. മതിയതാ. അയ്യോ, പല്ല് വിളിക്കുന്നത് എനിക്ക്. വാങ്ങിച്ചതാ. ഇത് മുറിച്ചത് ഇഷ്ടംപോലെ വാങ്ങിയുണ്ട്. കത്തി തന്നെ, കത്തി തന്നെ, കത്തിതാ. മുറിക്കും. കൈ മുറിയതാ. മുറിച്ചോ. ഏഞ്ചലിന് ഏഞ്ചലിന് ഒന്ന് ഏഞ്ചലേ കഴിക്കും. ഏഞ്ചൽ ഫോക്കസ് ചെയ്യൂ. ഫോക്കസ് ചെയ്യൂ. എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കാൻ പറ്റുമോ? പുളിയുണ്ട് അതിന്. അതാണ് എക്സ്പ്രഷൻ വന്നു. മുഖം ഒന്ന് കടിക്കും ചേട്ടാ. കഴിക്കാം. ഉപ്പും കൂട്ടി കഴിക്കാം. ഉപ്പിട് ഒന്നും നോക്കിയാൽ കണ്ടില്ല. ഉപ്പിൽ മുക്ക് കാണിക്കാതെ മുക്കി കഴിക്കുക. സ്പെഷ്യൽ പാടില്ല കേട്ടാ. അപ്പൊ ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ട് നേരെ ഇവിടെ വന്നു. പിന്നെ നമുക്ക് പോവാല്ല. ഏഞ്ചലിന്റെ വീട്ടിൽ വന്നു. അപ്പൊ ഏഞ്ചലി എന്താ പറയാനുള്ള? വൈകിട്ട് നമ്മൾ എവിടെ പോവാ? ഞങ്ങൾ കറങ്ങാൻ പോവാ. ഉറക്കെ പറയാ. ഞങ്ങൾ കറങ്ങാൻ പോവാ.
ഇപ്പൊ കറങ്ങണം. ഇപ്പൊ ഒന്ന് കറങ്ങി കാണിക്കും. പോയാലോ? പോവാ. മാങ്ങ വേണോ? വേണോ? മാങ്ങ വാങ്ങണോ തേങ്ങ വാങ്ങണോ? കല്ലിലിട്ട് അരച്ചെടുത്ത് ചോറ് തിന്നണോ? ദേ മുട്ടയും കൊണ്ട് ഒരാള് വരുന്നുണ്ട് ചേട്ടന്. മാങ്ങയും മുട്ടയും കൂടി കോമ്പറ്റീഷനാ. കോമ്പറ്റീഷനാ? എന്താ പറയണ കോമ്പറ്റീഷനാ? കോമ്പിനേഷൻ. എന്താണ് മണ്ണോട്ടിയല്ലോ? മണ്ണല്ല അത്. ഒരു വളവടിയാണ്. ഒരു മുട്ട ഞാൻ കഴിക്കാൻ പോണെയാണ്. അതും ഉപ്പും. ദേ ഒരു ഫുള്ള് തിന്നോ? എന്തോ ആക്രാന്തം പാടില്ലാതെ മനസ്സിലായില്ലേ ഇപ്പൊ? ചൂടായിരുന്നു. ആ വെള്ളം വേണോ? ചൂടായി പോയി. ഇത്രയും ചൂടുണ്ടെന്ന് അറിഞ്ഞില്ല. എന്താ പറഞ്ഞ കഴിച്ചോ? ഒരെണ്ണം കൂടെ കഴിച്ചോ? കഴിച്ചോ? ഒരു ദിവസം ഒരു മുട്ട. ആ ശരി കൊള്ളാം. ഇതേ കാണിച്ചേ. കഴിച്ചില്ലേ? ഞാൻ കഴിച്ചോളൂ. ഏഞ്ചല് കഴിച്ചോളൂ. കഴിക്കാം. എങ്ങനെ കഴിക്കണ്ടേ? വേണ്ട, ഇനി വേണ്ട. അങ്ങനെയാണ് മുട്ട കഴിക്കേണ്ടത് കേട്ടാ ടീമേ. ചൂടുണ്ടോ? എങ്ങനെയുണ്ട് ഏഞ്ചല് മുട്ട? എങ്ങനെയുണ്ട് മുട്ട? മുട്ട പുഴുങ്ങിയത് ഇങ്ങനെയാണോ കഴിക്കാറ്? അടുത്ത് ഉരുണ്ട് പോവല്ലോ. ചൂടിങ്ങനെ ഊതി ഊതി കഴിക്കട്ടാ. പോയാലോ നമുക്ക്? അപ്പൊ ഞങ്ങള് പോട്ടെ. ഇപ്പൊ ഏഞ്ചല് പള്ളി വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ ഞങ്ങള് പോണേണ്. ഞങ്ങള് പോണേയാണ് കേട്ടാ. അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ടോ ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. ചിക്കൻ വാങ്ങാൻ വേണ്ടി രാവിലെ വന്നതാ. പിന്നെ വരുന്ന വഴിയിൽ അപ്പാപ്പൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് വണ്ടി കൊടുക്കണം. കുറേ നേരമായി. അപ്പം നമുക്ക് പോവാം. നമുക്ക് ആ ഇതിന്റെ എന്താ ഇതിന്റെ ഇതാ ആയിട്ട് അയ്യോ ഇടാം. ഹെൽമെറ്റ് വെച്ചാ പോരാ. ചേട്ടാ അത് ഇടാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്താണ് കേട്ടോ. ഹെൽമെറ്റിന്റെ ആവശ്യമില്ല. തൊട്ടടുത്താണ്. ഇത് റോഡിനപ്പുറമാണ് വീട്. ഓക്കെ നമുക്ക് പോവാം. വേറെ നാട്ടിലൊക്കെ വന്ന് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസാ ആണല്ലേ. കുറച്ച് പോട്ടെ, നല്ല ഭംഗിയുണ്ട്. വഴി കണ്ടോ? ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റാ? ലെഫ്റ്റ്. ഫുള്ള് ലെഫ്റ്റ് അല്ല എന്നെ പോലെ. ചേട്ടൻ ലെഫ്റ്റ് ആണോ? ഓക്കെ. നമ്മള് ഇവിടുന്ന് റൈറ്റ്. കാണുന്നില്ല നമ്മളെ. കാണുന്നുണ്ട്. ചേട്ടൻ വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ വീടെത്തി. നേരത്തെ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം റബ്ബറല്ലേ? നേരത്തെ റബ്ബർ ഉണ്ടായിരുന്നു. ഇത്രയും റബ്ബർ കണ്ടാ പോരെ. നിന്റെ സ്ഥലത്ത് നിനക്ക് വില ഉണ്ടാവില്ല. ഞാൻ കൊച്ചി കിടക്കണ ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു. എനിക്ക് വില തന്നെ ഉണ്ട്. പിന്നെ എന്റെ നാട് പിന്നെ എനിക്ക് വില ഇല്ലാതാവും. എന്നാ പറയുന്നേ. വീടെത്തി. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് മമ്മിയുടെ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെ വെക്കണമെന്ന് പറയൂ ചേട്ടാ. ചിക്കൻ ഫ്രൈ ആണ് ചേട്ടന് ഇഷ്ടം കേട്ടോ മമ്മി. അങ്ങനെയൊന്നുമില്ല. ചിക്കൻ ഫ്രൈയും ഇവിടെ എന്തോ വെക്കണം അത് കഴിക്കും. പിന്നെ താര അവിടെ കൊണ്ടു അവിടെ ചിക്കൻ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ റോസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. ഈ കൊച്ചി രാവിലെ എണീറ്റു പല്ല് തേച്ചു. പിന്നെ അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്ത് പോകുമേ.
അതിരാവിലെ അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. അപ്പൊ പല്ല് തേച്ച് കുളിച്ച് നമ്മള് പുറത്തു പോകും. ഇന്ന് പുറത്ത് പോകും, കറങ്ങാൻ പോകും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ചേട്ടന് ഇഷ്ടപ്പെട്ടത് കാര്യമാണ് ഇടിയപ്പം. ഇടിയപ്പം, നൂലപ്പം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇടിയപ്പം. പിന്നെ ഇത് ചേട്ടന് ഇഷ്ടപ്പെട്ടത് എന്താണിത്? തേങ്ങാപ്പാൽ. ഇതൊഴിച്ചിട്ടാണ് ചേട്ടൻ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചേട്ടൻ എടുക്കട്ടെ. മമ്മി, ചേട്ടനുള്ള മുട്ട. മുട്ട ഒന്ന്. ചേട്ടന് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ മുട്ട ഒഴുകിയത് കഴിക്കുന്നത്. രാവിലെ കഴിച്ചോളൂ. കോഴിമുട്ടയാണ് മുട്ട ഒഴുകിയത്. മുട്ടക്കറി ആണെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കിയത്. ഉള്ളിക്കറി വേണ്ട, മമ്മി മുട്ട കഴിക്കത്തില്ല, അപ്പം അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇടാം. ചേട്ടൻ ഒരു വലിയ മുട്ട, ഒരു കുഞ്ഞി മുട്ട നമുക്കിതിനകത്തോട്ട് ഇടാം. കാരണം മമ്മി മുട്ട കഴിക്കാത്തതുകൊണ്ട് മുട്ട പറ്റും. ഇങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോ തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ട. ഇവിടെ ആരും അങ്ങനെ കഴിക്കാറില്ല. കുതിർന്നിട്ട് കഴിച്ചോളൂ. ചേട്ടന് പാല്, മുട്ടയും പാലും. അംഗനവാടിയാണോ ഇത്? അംഗനവാടി. അത്ര മതി, അത്ര കുടിക്കുള്ളൂ. ആ, ചൂട് വേണം. ആ, മതി. അപ്പൊ 2 മുട്ട കഴിച്ചു, 1 ഗ്ലാസ് പാല് അല്ലേ? ഹെൽത്തി ഫുഡ്. മുട്ടയും കുരുമുളക് പൊടി ഉപ്പ് ഇട്ട്. അല്ല, ഏഞ്ചലിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചു. ഞാൻ ചൂടുന്നല്ല, പക്ഷെ എനിക്ക് ചൂട് വേണം. അടിപൊളി. അപ്പൊ അമ്മയോട് ക്യാമറ ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.